70 വർഷത്തിലേറെ പഴക്കമുള്ള കണ്ണൂർ താവക്കരയിലെ ഭാരത് പെട്രോളിയം ഡിപ്പോ അടച്ചുപൂട്ടരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടാങ്കർ ലോറി തൊഴിലാളികൾ പ്രക്ഷോഭത്തിൽ. ഇന്നലെ മുതൽ എല്ലാ ദിവസവും ഡിപ്പോയ്ക്ക് മുമ്പിൽ തൊഴിലാളികൾ ധർണ നടത്തിവരികയാണ്. കേരള സ്റ്റേറ്റ് ടാങ്കർ ലോറി വർക്കേഴ്സ് യൂണിയൻ CITU കണ്ണൂർ മേഖലാ കമ്മിറ്റിയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. രണ്ടാം ദിവസമായ ഇന്നത്തെ സമരം CITU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് K. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ എത്രയോ കാലം മുന്നേ IOCയും ഭാരത് പെട്രോളിയം ഇവിടെ ആരംഭിച്ചതാണ്. സുരക്ഷാ കാരണങ്ങളാണ് ഇത് പൂട്ടണമെന്ന് പറയുന്നുണ്ടെങ്കിൽ സുരക്ഷാ കാരണം വെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയും അധികൃതരുമൊക്കെ അങ്ങനെ ഇതിൻ്റെ അടുത്ത് ഈ കെട്ടിടങ്ങൾക്കൊക്കെ അനുവാദം കൊടുത്തു, പെർമിറ്റ് കൊടുത്തു എന്നത് ചിന്തിക്കേണ്ടതല്ലേ? അത്രയും സുരക്ഷയുള്ള ഒരു സംവിധാനത്തിനകത്ത് അടുത്ത് എന്ത് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്? ഇത്രയും സുരക്ഷ ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഈ തൊഴിലാളികളുടെ സുരക്ഷ എവിടെയാണ്? തൊഴിലാളികൾക്ക് എത്രമാത്രം സുരക്ഷയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്? അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ മാനേജ്മെൻറ്റ് സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുരടിയിട്ട് താഴെ എറിഞ്ഞിടുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്ഥാപനം ഇവിടുന്ന് കണ്ണൂരേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നേരത്തെ തീരുമാനിക്കുകയും ആ തീരുമാനം സാധൂകരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കമ്മീഷനുകളെയൊക്കെ വെച്ചുകൊണ്ട് അവർ ഈർത്ത തൊഴിലാളികളായിട്ടോ ഉപഭോക്താക്കളായിട്ടോ പെട്രോൾ പമ്പുകാരോടോ ആരും ചർച്ച ചെയ്താറുണ്ട്. T. മോഹനൻ അധ്യക്ഷത വഹിച്ചു. A. പ്രേമരാജൻ, PV ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.